ഔദ്യോഗിക രഹസ്യം ലംഘിച്ചുവെന്ന കുറ്റം സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഫെഡറൽ കോടതിയിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. ഔദ്യോഗിക രഹസ്യരേഖകൾ കൈകാര്യം ചെയ്തതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന കേസിലാണ് അദ്ദേഹം കോടതിയിൽ കുറ്റസമ്മതം നടത്തിയത്. ഈ കേസ് അന്വേഷണത്തിൽ അതിപ്രധാനമായ ഒരു പങ്ക് വഹിച്ചത് ഇന്ത്യൻ വംശജനും മലയാളിയുമായ ജിമ്മി പോളാണ്. അമേരിക്കയിൽ നിന്ന് ജിമ്മി പോളിന്റെ കൂടുതൽ വിവരങ്ങളുമായി മധു കൊട്ടാരക്കൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് എഗെയിൻ മധു, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു, ട്രംപിന്റെ വിശ്വസനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കടുത്ത വിമർശകനായിട്ട് മാറുകയും ചെയ്ത ആളായിരുന്നു ജോൺ ബോൾട്ടൺ. ഫെഡറൽ കോടതിയിലാണ് ഇന്ന് രാവിലെ അദ്ദേഹം കുറ്റം സമ്മതിച്ചത്. ഔദ്യോഗിക രഹസ്യ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ഇതിലാണ് കുറ്റസമ്മതം നടത്തിയത്. ഈ കുറ്റം തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ബോൾട്ടന് 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ട്രംപ് ഭരണകൂടത്തിൽ സുപ്രധാന പദവിയിൽ ഇരിക്കുമ്പോൾ അമേരിക്കയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചോർത്തി എന്ന കേസിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. 18 കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലെ ദേശീയ പ്രതിരോധ വിവരങ്ങൾ അനധികൃതമായി കൈവശം വെച്ചുവെന്ന ഒരു കേസിലാണ് ബോൾട്ടൺ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഈ കേസിൽ അദ്ദേഹത്തിന് 60 മാസം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അത് മാത്രമല്ല, $2.25 മില്യൺ പിഴശിക്ഷ അടയ്ക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂട്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കേസിൽ ഒക്ടോബർ 28-നാണ് ശിക്ഷ വിധിക്കുന്നത്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഒരു നിർണായക പങ്കുവഹിച്ചത് ജിമ്മി പോളാണ്. മലയാളിയാണ്, തൃശ്ശൂർക്കാരനാണ്. ബോൾട്ടന്റെ നടപടി അമേരിക്കക്കാരുടെ സുരക്ഷയെ അനാവശ്യമായി അപകടത്തിലാക്കുന്ന, അതുപോലെ രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ രഹസ്യങ്ങൾ അദ്ദേഹം ശത്രുക്കൾക്ക് എത്തിച്ചുവെന്നാണ് FBI ബാൾട്ടിമോർ ഫീൽഡ് ഓഫീസ് സ്പെഷ്യൽ ഏജന്റ് കൂടിയായ ജിമ്മി പോൾ ഇന്ന് ഇതേപ്പറ്റി പ്രതികരിച്ചത്. അത് മാത്രമല്ല, ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ആരും നിയമത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ ബോൾട്ടന്റെ കുറ്റസമ്മതം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ മധു, കൊണ്ട് ഒരു സിനിമയിൽ ഞാൻ കേട്ടതാ, പ്രതാപേന്ദ്രൻ പറഞ്ഞ ഡൽഹി വരെ പിടിയുണ്ടെന്ന് എന്ന് പറഞ്ഞാല് മധുവിന്റെ കൂടെ ഇന്നലെ ഞാൻ ഈ ജിമ്മി പോളിനെ കണ്ടല്ലോ. അത് വളരെ അത്ഭുതമായിരുന്നു. തന്നെയല്ല, ജിമ്മി അങ്ങ് ബാൾട്ടിമോറിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ അറിയുന്നില്ല അദ്ദേഹം കൊക്കൈൻ കൈവശം വെച്ച ഒരാളെ ജയിലിൽ പിടിച്ചിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്ന വരവ്. അതുമാത്രമല്ല, ഇവിടെ ന്യൂജേഴ്സി നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് രാവിലെ കോടതിയിൽ പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല. പിന്നീടാണ് CNN അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ജിമ്മിയുടെ ഈ വിഷ്വൽസ് കാണുന്നത്. ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമാണ്. എവിടെ വെച്ച് കണ്ടുമുട്ടി? ന്യൂജേഴ്സിയിൽ വെച്ച്. ഫിഫ ഫുട്ബോൾ കാണാൻ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നന്നായി. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഡൽഹി വരെ അങ്ങ് പിടിയുണ്ട്.